സകലം രാധാകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ, രാധേ രാധേ. ഏവർക്കും വംശയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ദേവിയുടെ 7ാമത്തെ സ്വരൂപത്തെക്കുറിച്ചാണ്. 7ാം ദിവസം നമ്മൾ ദേവിയെ കാളരാത്രി രൂപത്തിലാണ് പ്രകീർത്തിക്കുന്നത്. മൂലമന്ത്രം പറയാം. ഓം ദേവി കാളരാത്രിയെ നമഃ. ഒന്നും കൂടി പറയാം. ഓം ദേവി കാളരാത്രിയെ നമഃ. മന്ത്രം കേൾക്കാം. ഏകവേണീ ജപാകർണപൂരനഗ്നഗരസ്ഥിതാ ലംബോഷ്ഠികർണികാകർണീ തൈല്യാഭക്തശരീരിണീ വാമപദോലസല്ലോഹലതാ കണ്ഠകഭൂഷണാം വർധനമൂർധധ്വജാ കൃഷ്ണാ കാളരാത്രിർഭയങ്കരീ. കൃഷ്ണാ കാളരാത്രിർഭയങ്കരീ. കൃഷ്ണ കാളരാത്രിർഭയങ്കരീ. കാളരാത്രി കവചം കേൾക്കാം. കവചം യേ പടേ നിത്യം സർവപാപ പ്രണശ്യതി സർവഭൂതാനി വശ്യാനി ഭവദത്ര ന സംശയഃ. രാത്രി ശിരഃ പാദു മഹാശക്തി ച നേത്രയോ ഘ്രാണം പാദു മഹാമായ കർണൗ പാദു ഭയങ്കരീ കണ്ഠം പാദു കാളരാത്രിർഭുജോ ഭക്തിരദ്യാവ്രണം ലളിതാ പാദു നാഭിം പാദു മഹേശ്വരി കടിം പാദു മഹാദേവി ഊരു പാദും ശുഭങ്കര ജാനുനി ച പാദൗ മേ സർവാംഗം പാദു ചാമുണ്ട. കാളരാത്രി ദേവി ശക്തിയുടെ അത്യന്ത ഉഗ്രരൂപമായി അറിയപ്പെടുന്നു. പാർവതി ദേവി ശുഭരാത്രി എന്ന ശാന്തമായ രൂപത്തിൽ നിന്ന് ദുഷ്ടശക്തികളെ സംഹരിക്കാൻ തൻ്റെ ശരീരത്തിലെ ദിവ്യമായ തേജസ്സുകൾ പുറത്തുവിട്ട് ഭയങ്കരമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് കാളരാത്രി ദേവി. പൗരാണിക കഥ ഇപ്രകാരമാവുന്നു. ഒരിക്കൽ ശുംഭനും നിശുംഭനും എന്ന അസുരന്മാർ ലോകത്തെ മുഴുവൻ കീഴടക്കി ദേവതകളെ സ്വർഗത്തിൽ നിന്ന് തുരത്തുകയും ധർമ്മം തകർക്കുകയും ചെയ്തു. ദേവതകളെല്ലാം ചേർന്ന് പാർവതി ദേവിയോട് സഹായം അപേക്ഷിച്ചു. അപ്പോൾ ദേവി തൻ്റെ ദിവ്യ തേജസ്സിൽ നിന്ന് ഉഗ്രമായ രൂപത്തിൽ കാളരാത്രിയായി പ്രത്യക്ഷപ്പെട്ടു. കാളരാത്രി ദേവിക്ക് കറുത്ത നിറവും വിടർത്തിയ മുടിയും 3 ഭയങ്കര കണ്ണുകളും കനത്ത ശബ്ദവും ഉണ്ടായിരുന്നു. അവളുടെ ശ്വസനത്തിൽ നിന്ന് തീയും മിന്നലും പാറുമായിരുന്നു. മുഴുവൻ ആകാശവും നടുങ്ങി വിറക്കുമായിരുന്നു. അസുരന്മാരെ നേരിടാൻ അവൾ കാളയുടെ മേൽ കയറി ഖണ്ഡനും വജ്രവും കരങ്ങളിൽ പിടിച്ച് യുദ്ധഭൂമിയിലേക്ക് പുറപ്പെട്ടു. ഭയാനകമായ രൂപം കണ്ട് അസുരസേന വിറച്ചു. അവൾ രാത്രിയിൽ കാറ്റുപോലെ പാഞ്ഞെത്തി ശുംഭൻ നിശുംഭൻ എന്നിവരുടെ സൈന്യത്തെ തകർത്തു. അനേകം ദുരാത്മാക്കളെ സംഹരിച്ചു അവൾ ലോകത്തിൽ നിന്ന് അന്ധകാരവും ഭയവും നീക്കി ധർമ്മം സ്ഥാപിച്ചു. ഇതുകൊണ്ടാണ് ദേവിയെ അന്ധകാരനാശിനി, ഭയനാശിനി എന്ന പേരുകളിൽ ആരാധിക്കുന്നത്. ഇനി വ്രതഫലം കേൾക്കാം. ഭയം, ദുഷ്ടശക്തികൾ, ദോഷങ്ങൾ എന്നിവയെല്ലാം അകറ്റപ്പെടുന്നു. ആത്മവിശ്വാസം, ധൈര്യം എന്നിവ വർദ്ധിക്കുന്നു. വീടിനെയും ജീവിതത്തെയും നെഗറ്റീവ് ഊർജ്ജങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. ആത്മീയ വികസനത്തിനും ജ്ഞാനനാശനത്തിനും അനുഗ്രഹം ലഭിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ, സ്മരണ, ധൈര്യം എന്നിവ വളരാൻ സഹായിക്കുന്നു. പ്രിയ പുഷ്പങ്ങൾ ഇപ്രകാരമാവുന്നു. ശംഖുപുഷ്പം, ചുവന്ന ചെമ്പരത്തി, പാരിജാതം എന്നിവ അർപ്പിക്കാവുന്നതാണ്. പ്രിയ നിറം കടും നീല, കടും പച്ച, കറുപ്പ് എന്നിവ. നൈവേദ്യങ്ങളായിട്ട് കറുത്ത എള്ള്, ശർക്കര, ശർക്കരപ്പൊടി, ശർക്കര പായസം എന്നിവ അർപ്പിക്കാവുന്നതാണ്. രാത്രിയിൽ ദേവിയെ സ്മരിച്ച് ധ്യാനം ചെയ്യുന്നത് അത്യന്തം ഫലപ്രദമെന്നാണ് വിശ്വാസം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദേവി ഭക്തർക്കും ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ദേവി നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.